2 വീക്സ് വെക്കേഷന് ഞങ്ങൾ കഴിച്ച ഭക്ഷണം ഒന്ന് കണ്ടാലോ. ആദ്യത്തെ ഫുഡ് എയർപോർട്ടിൽ നിന്നായിരുന്നു. ഇത് വിശന്ന് വലഞ്ഞ് കഴിച്ചതുകൊണ്ട് ധൃതിയിൽ വീഡിയോ എടുക്കാൻ സാധിച്ചില്ല. രണ്ടാമത് കഴിച്ചത് എയർ ഇന്ത്യ എക്സ്പ്രസ് നിന്നിരുന്ന ബിരിയാണിയും മുളക് ചമ്മന്തിയായിരുന്നു. ഷോകായിരുന്നു കേട്ടോ. പിന്നെ വീട്ടിലെത്തിയിട്ട് ഹെവൻ. മമ്മ ഉണ്ടാക്കിയ സോഫ്റ്റ് പാലപ്പവും മുട്ട റോസ്റ്റും. ആ മുട്ട മൊത്തം എനിക്കുള്ളല്ലോ കേട്ടോ, പിള്ളേർക്കും ഞാൻ വാരി കൊടുക്കുന്നുണ്ടായിരുന്നു. പിറ്റേ ദിവസം റൗണ്ട് തൃശ്ശൂരിൽ നിന്നായിരുന്നു ഞങ്ങളുടെ ലഞ്ച്. നമ്മൾ കുറച്ച് ഷോപ്പിംഗ് പരിപാടിക്ക് പോയതാണ്, അപ്പോൾ ഫുൾ ഫാമിലി ഇല്ല. അപ്പം ഞങ്ങൾ ബിരിയാണി ഓർഡർ ചെയ്തത്, പപ്പ ബീഫും നാനും. ബീഫ് നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ. ഈവൻ ബിരിയാണിയും നല്ല രുചിയുണ്ടായിരുന്നു. എസ്പെഷ്യലി റായ്ത്തയൊക്കെ നല്ല റിച്ച് ആയിരുന്നു. രുചി ഉള്ളതുപോലെ തന്നെ വിലയും ഉണ്ട്. പക്ഷെ നല്ല ആംബിയൻസിലൊക്കെ ഇരുന്ന് കഴിക്കാം. നല്ല ഫ്ലേവറുള്ള ബിരിയാണിയായിരുന്നു. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലത്തെ ഞങ്ങൾക്ക് വേണ്ടി മാത്രം കാത്തിരുന്ന ചക്ക. ഇത് ഞാൻ പിന്നെ പിള്ളേർക്ക് ഉണ്ടാക്കി കൊടുത്ത എൻ്റെ ഒരു ഹിറ്റ് റെസിപ്പിയാണ് പ്രോൺസ് ഫ്രൈ. 2 വീക്സിന് വന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്ക് ബന്ധുക്കളെയൊക്കെ ഒന്ന് പോയി കാണണ്ടേ. അപ്പോൾ അന്ന് നമ്മൾ ലഞ്ച് കഴിച്ചത് തൃശ്ശൂർ വൈറ്റ് ഹൗസ് എന്നാണ്, മുണ്ടൂരടുത്തുള്ള ഒരു റെസ്റ്റോറൻ്റാണ്. തെറ്റില്ലാത്ത ബിരിയാണിയാണ് ഇവിടുത്തെയും കേട്ടോ. പക്ഷേ ഞങ്ങൾക്ക് കൂടുതൽ ഇഷ്ടമായത് ലെമൺ ചിക്കനും നൂഡിൽസും പിള്ളേർക്ക് വാങ്ങിച്ചത്. അത് അടിപൊളിയായിരുന്നു. നെക്സ്റ്റും ബിരിയാണിയാണ്, പക്ഷേ ഇത് സ്പെഷ്യൽ ബിരിയാണിയാണ്. കാരണം ഇതെൻ്റെ അമ്മ ഉണ്ടാക്കിയ ബിരിയാണിയാണ്. വളരെ ടേസ്റ്റിയും ഫ്ലേവർഫുള്ളുമാണ്. ഞങ്ങളുടെ ഫേവററ്റ് ബിരിയാണിയാണിത്. പിന്നെ വൈകുന്നേരം നമ്മൾ കോഴിക്കോട് ഫുഡ് സ്ട്രീറ്റ്സിലൂടെ ഇറങ്ങി. ഇപ്പം ഒരുവിധപ്പെട്ട എല്ലാ സ്ട്രീറ്റും ഫുഡ് സ്ട്രീറ്റായി മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നത്. ഇത് ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്ത് കോവൂരുള്ളതാണ്. അപ്പം മോമോസ് ഞങ്ങളുടെ ഒരു ഫേവറേറ്റ് ഐറ്റമാണ്, അത് വാങ്ങിച്ചു. പിന്നെ ഫാലുഡ കുതിയന്മാരത്. പിന്നെ നമ്മൾ ബീച്ചിലേക്ക് ഇറങ്ങി കാടമുട്ട ഗ്രീൻ പീസ് മുട്ടയൊക്കെ കഴിച്ചു. പിന്നെ TNTയിലെ ഷവായ. ഇത് നമ്മൾ ആദ്യമായിട്ട് ട്രൈ ചെയ്താൽ ഞങ്ങൾ ഒത്തിരി ഇമ്പ്രസ് ചെയ്തൊരു ഐറ്റം. പിറ്റേന്ന് ലഞ്ച് പരിവാർ റെസ്റ്റോറൻറ്റ് എന്നായിരുന്നു. ഇത് നമ്മുടെ TNTയുടെ അടുത്ത് തന്നെയാണ് കേട്ടോ. ഇവിടുത്തെ ഗ്രിൽ ഫിഷ് മസ്റ്റ് ട്രൈ ആണേ. ഇതിന് സ്പെഷ്യൽ വീഡിയോ ചെയ്യണമെന്ന് ഓർത്താൽ പിന്നെ ഇതിൽ ഉൾപ്പെടുത്തിയെന്നുണ്ട്. എന്ത് വാങ്ങിച്ചാലും കൂടെ ഗ്രിൽ ഫിഷ് വാങ്ങിച്ചോ, അത് വേർത്തിട്ടാണ്. നമ്മൾ മീൽസും പിന്നെ ബിരിയാണിയൊക്കെ കൂടെ ഓർഡർ ചെയ്തായിരുന്നു. ചിക്കൻ ലോലിപോപ്പ് സ്റ്റാർട്ടറായിട്ടൊക്കെ പിള്ളേർക്ക്. പിന്നെ അന്ന് രാത്രി പോപ്പോയ്സ് വാങ്ങിച്ചു. വാങ്ങിക്കാൻ നിന്ന വീഡിയോയെ എടുത്തുള്ളൂ. സാധനം വാങ്ങിച്ചിട്ടുള്ള വീഡിയോ എടുക്കാൻ ഞാൻ മറന്നുപോയി. എന്നാലും ഇതിവിടെ കിടക്കട്ടെ. ലാസ്റ്റ് ബട്ട് നോട്ട് ദി ലീസ്റ്റ് കോഴിക്കോട് ബൺ ബോയിലും കൂടെ പോയി. അവിടുന്ന് സാൻഡ്വിച്ചും കുറച്ച് ബൺസൊക്കെ മേടിച്ചു. അതൊന്ന് ട്രൈ ചെയ്തു. സാൻഡ്വിച്ചൊക്കെ ഇഷ്ടപ്പെട്ടു. ഇതെനിക്ക് അത്ര ഇഷ്ടപ്പെടാത്തൊരു ഐറ്റം കേട്ടോ. അതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല. അതിൻ്റെ മസാല കുറച്ച് സ്ട്രോങ് ആയി തോന്നി. ഇതാണ് എനിക്ക് ലോകത്തിലെ ഏറ്റവും കംഫർട്ടിംഗ് ആയിട്ടുള്ള ഫുഡ്, പൊതിച്ചോറ്. അതും ട്രെയിനിൽ നിന്ന് കഴിക്കുമ്പോൾ വേറെ തന്നെ ഒരു വൈബാണ്. മീൻ വറുത്തത്, ബീട്രൂട്ട് ഉപ്പേരി, ബീഫ് വരട്ടിയത്, അച്ചാറ്, ചമ്മന്തി എല്ലാം ഉണ്ട്. ഒരു മുട്ട പൊരിച്ചതിൻ്റെ കുറവ് മാത്രമേ ഉള്ളൂ. പിന്നെ ഞങ്ങൾ ട്രിപ്പ് പോയപ്പോൾ കഴിച്ച റൈസ്, സാമ്പാർ, അങ്ങനെ ഐറ്റംസ് വിത്ത് അയില ഫ്രൈ. ഇത് T-Zone തൃശ്ശൂരിൽ നിന്ന് കഴിച്ച സ്നാക്സ്. നല്ല സ്നാക്സ് കേട്ടോ T-Zone'ൽ. ട്രൈ ചെയ്ത് നോക്കൂ. ഞങ്ങൾക്ക് മൊമോസാണ് ഇഷ്ടം, പക്ഷേ അതിലും ഇഷ്ടപ്പെട്ടത് അവരുടെ ചിക്കൻ പഫ്സ് ആയിരുന്നു. ചിക്കൻ പഫ്സ് വേറെ ലെവലാണ്. T-Zone തൃശ്ശൂരിൽ. നമ്മൾ കഴിച്ചത് അയ്യന്തോളിലേക്ക് തിരിയുന്ന പുഴയ്ക്കല്ല അവിടെയാണ്. അങ്ങനെ 2 ആഴ്ച നടന്ന് തിന്നിട്ട് ഞങ്ങൾ ട്രിപ്പ് അവസാനിപ്പിക്കുകയാണ്. കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിലെ ലോഞ്ചിൽ നിന്നായിരുന്നു ഞങ്ങളുടെ ലാസ്റ്റ് മീൽ ഓഫ് ദിസ് വെക്കേഷൻ. നമ്മൾ ആദ്യമായിട്ടാണ് ഈ ലോഞ്ചിൽ പോകുന്നത്. അപ്പോൾ അതൊരു ന്യൂ എക്സ്പീരിയൻസ് ആയിരുന്നു. പക്ഷേ കേട്ടത്ര ഹൈപ്പ് എനിക്ക് ഫീൽ ചെയ്തില്ല. മേ ബി ഡ്രിങ്ക്സൊക്കെ കഴിക്കുന്നവർക്ക് കുറച്ചുകൂടെ എൻജോയ് ചെയ്യാൻ പറ്റുമായിരിക്കും. ഇനിവേ കുഞ്ഞുങ്ങളെയൊക്കെ കൊണ്ടുപോകുമ്പോൾ ജ്യൂസും സ്നാക്സൊക്കെ കൊടുത്ത് നമുക്ക് അവരെ ശാന്തമായിട്ട് ഇരുത്താൻ പറ്റുന്നൊരു സ്പോട്ടാണ്. അപ്പോൾ ഈ സ്വീറ്റ് വെക്കേഷൻ പായസം കുടിച്ച് നമ്മൾ അവസാനിപ്പിച്ചു കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായം പറയണം. ഫുഡ് സ്പോട്ട്സൊക്കെ ട്രൈ ചെയ്യുന്ന ഫ്രണ്ട്സിന് ഈ വീഡിയോ ഷെയറും ചെയ്യണം. താങ്ക്